ദൃശ്യം യെശയ്യാ മുൻപേ ചൊല്ലിയ ജനനം, മീഖ പണ്ടേ എഴുതിയ ജനനം, ദാവീദ് രാജൻ പാടിയ ജനനം, ഭൂലോകത്തിൻ രക്ഷക ജനനം. പൂർത്തിയായി പ്രവചനം, പ്രവചനം നിവൃത്തിയായി തിരുഹിതം സമ്പൂർത്തിയായി, വാഗ്ദത്തം രക്ഷക ജനനം. അജപാലകരാർത്തതിമോദം രാജർ നമിച്ചു സവിധം, ദുഷ്ടൻ മന്നൻ വിറച്ചു ചകിതം, കൊല്ലാനലറി ബാലര് സകലം, ദൂതനിലൂടെ ദൈവനിയോഗം, ഉടനെ തന്നെ നസ്രേത്ത് ഗമനം, രചനാപാലക മാതൃവിലാപം, സുവിശേഷത്തിൻ നോവും പർവം. പൂർത്തിയായി പ്രവചനം, പ്രവചനം നിവൃത്തിയായി തിരുഹിതം സമ്പൂർത്തിയായി, വാഗ്ദത്തം രക്ഷക ജനനം. ബെത്ലഹേം പുരിവീഥിയിൽ കേൾക്കയായി മോദസംഗീതം, രാജരാജനീശ ജനനം ആർത്തുപാടും ഇടയഗണം. ബെത്ലഹേം പുരിവീഥിയിൽ കേൾക്കയായി മോദസംഗീതം, രാജരാജനീശ ജനനം ആർത്തുപാടും ഇടയഗണം. പോകാം പോകാം ഗോശാല തേടി, ആടിപ്പാടി താളത്തിൽ പാടി, കൂടാം കൂടാം ഉണ്ണീതൻ ചാരെ, കുമ്പിട്ടിടാം രാജാവിൻ പാതേ. ബെത്ലഹേം പുരിവീഥിയിൽ കേൾക്കയായി മോദസംഗീതം, രാജരാജനീശ ജനനം ആർത്തുപാടും ഇടയഗണം. പരനേ നീ വന്നു പാരിതിൽ, പരനേ നീ വന്നു പാരിതിൽ, നരനെ മാറോടു ചേർത്തുവോ, നരനെ മാറോടു ചേർത്തുവോ, തരണേ സ്വർഗീയ നൽവരം, ധരയിൽ നിന്ദാസരിൽ. പരനേ നീ വന്നു പാരിതിൽ, പരനേ നീ വന്നു പാരിതിൽ, നരനെ മാറോടു ചേർത്തുവോ, നരനെ മാറോടു ചേർത്തുവോ, തരണേ സ്വർഗീയ നൽവരം, ധരയിൽ നിന്ദാസരിൽ. പോകാം പോകാം ഗോശാല തേടി, ആടിപ്പാടി താളത്തിൽ പാടി, കൂടാം കൂടാം ഉണ്ണീതൻ ചാരെ, കുമ്പിട്ടിടാം രാജാവിൻ പാതേ. ബെത്ലഹേം പുരിവീഥിയിൽ കേൾക്കയായി മോദസംഗീതം, രാജരാജനീശ ജനനം ആർത്തുപാടും ഇടയഗണം.
ശാന്തരാത്രിയിൽ വിമലം ഈ ശാന്തരാത്രിയിൽ ഉദയം ചെയ്തൊരു താരമേ ഉദയം ചെയ്തൊരു താരമേ ഹൃദയേ നിന്റെ ദിവ്യദർശനം ഉളവായി ഈ വേളയിൽ വിമലം ഈ ശാന്തരാത്രിയിൽ വിമലം ഈ ശാന്തരാത്രിയിൽ ഉദയം ചെയ്തൊരു താരമേ ഉദയം ചെയ്തൊരു താരമേ ഹൃദയേ നിന്റെ ദിവ്യദർശനം ഉളവായി ഈ വേളയിൽ പോകാം പോകാം ഗോശാല തേടി ആടിപ്പാടി താളത്തിൽ പാടി കൂടാം കൂടാം ഉണ്ണീതൻ ചാരെ കുമ്പിട്ടിടാം രാജാവിൻ പാതേ ബെത്ലഹേം മുറിവീഥിയിൽ കേൾക്കയായി മോദ സംഗീതം രാജരാജനീശ ജനനം ആത്തുപാടും നിടയഗണം ആത്തുപാടും നിടയഗണം ആത്തുപാടും നിടയഗണം രമണീയം ടൂർ നാവാലവർണ്ണനീയം ടൂർ ടൂരുരു കമനീയം ടൂർ സൃഷ്ടാവിൻ സമ്മാനം ടൂർ ടൂരുരു സൂര്യചന്ദ്രധരയും പ്രപഞ്ചവും ആനന്ദ തുന്തിലരായി മരണനിഴലിലുഴലും മനുജനു പ്രസാദവത്സരമായി രമണീയം രമണീയം നാവാലവർണ്ണനീയം അവർണ്ണനീയം കമനീയം കമനീയം സൃഷ്ടാവിൻ സമ്മാനം മനുവേ സത്വാർത്തയതറിയിപ്പാൻ ജതനാ സത്യാത്മാവിൽ നിറഞ്ഞവൻ പാടിടാം മന്നവനാം ദാവീദിൻ സുതനീശുനാഥൻ ജാതനായി ഭക്തർക്കു വിടുതലും അന്ധർക്കു കാഴ്ചയും സമാധാനവും നൽകുവാൻ ജാതനായി രമണീയം ടൂർ നാവാലവർണ്ണനീയം ടൂർ ടൂരുരു കമനീയം ടൂർ സൃഷ്ടാവിൻ സമ്മാനം ടൂർ ടൂരുരു സൂര്യചന്ദ്രധരയും പ്രപഞ്ചവും ആനന്ദ തുന്തിലരായി മരണനിഴലിലുഴലും മനുജനു പ്രസാദവത്സരമായി രമണീയം രമണീയം നാവാലവർണ്ണനീയം അവർണ്ണനീയം കമനീയം കമനീയം സൃഷ്ടാവിൻ സമ്മാനം മനുവേ നിത്യാനന്ദമേകിടാൻ ജതനാ സ്തുത്യനായ പരിശുദ്ധൻ പാടിടാം ഉന്നതനാം ദേവാദിദേവനീശുനാഥൻ ജാതനായി ശുദ്ധാത്മനിറവതും ശുദ്ധാർത്ഥനൈക്യവും നിത്യജീവനും നൽകുവാൻ ജാതനായി
ലോകമാനന്ദ തുന്തിലരായി മരണനിഴലിലുഴലും മനുജനു പ്രസാദവത്സരമായി രമണീയം രമണീയം നാവാലവർണ്ണനീയം അവർണ്ണനീയം കമനീയം കമനീയം സൃഷ്ടാവിൻ സമ്മാനം
കുളിരും രാവിൻ സംഗീതം, മനമിതിലൊരു കുളിരു പകർന്നൊരു സംഗീതം. വയലേലകൾ നിറകവിച്ചൂടും ധരണിയിലൊഴുകും സംഗീതം, അകതാരിൽ അഴകു നിറയ്ക്കും സംഗീതം. നീലനിലാവിൻ ശീതളരാവിൻ മാനവനായൊരു ദേവകുമാരനെ വാഴ്ത്തിപ്പാടും മോഹന സംഗീതം. ആരാവിൻ ഗീതം നാമം പാടിടാം. ആഹാ വിണ്ണിൽ നിന്നും മണ്ണിൽ വന്നൊരു മന്നവനെ വാഴ്ത്താം. ഇത് മാനവനാഥൻ മശിഹാ തൻ സുദിനം. ആഹാ മണ്ണും വിണ്ണും വാഴും നാഥൻ കാഴ്ചകളേകിടാം. ഇത് മാനവനായകനീശോ തൻ ജനനം. ഇരുൾ മൂടിയ താഴ്വരയിൽ ഒളി തൂകിയ താരകയോ, ഇടയൻ തൻ അവതാരത്തിൻ അടയാളമതായി. ഇരുൾ മൂടിയ താഴ്വരയിൽ ഒളി തൂകിയ താരകയോ, ഇടയൻ തൻ അവതാരത്തിൻ അടയാളമതായി. വഴിയറിയാമാനവനെ വഴികാട്ടും ദീപമതായി, വഴി സത്യം ജീവനുമായൊരു നരസുതനെ വാഴ്ത്താം. ആഹാ വിണ്ണിൽ നിന്നും മണ്ണിൽ വന്നൊരു മന്നവനെ വാഴ്ത്താം. ഇത് മാനവനാഥൻ മശിഹാ തൻ സുദിനം. ആഹാ മണ്ണും വിണ്ണും വാഴും നാഥനു കാഴ്ചകളേകിടാം. ഇത് മാനവനായകനീശോ തൻ ജനനം. മണിമേടകളില്ലാതെ ഉടയാടകളില്ലാതെ മറിയത്തിൻ വത്സലസുതനായി ധരയിൽ നരനായി. മണിമേടകളില്ലാതെ ഉടയാടകളില്ലാതെ മറിയത്തിൻ വത്സലസുതനായി ധരയിൽ നരനായി. മനുവേലനൊരാലയമായി മനമൊരു പുൽക്കൂടാക്കാം. നരനായി ഭൂവിൽ വന്നൊരു മനുസുതനെ വാഴ്ത്താം. തരുനിരകൾ തളിരണിയുന്നൊരു കുളിരും രാവിൻ സംഗീതം, മനമിതിലൊരു കുളിരു പകർന്നൊരു സംഗീതം. വയലേലകൾ നിറകവിച്ചൂടും ധരണിയിലൊഴുകും സംഗീതം, അകതാരിൽ അഴകു നിറയ്ക്കും സംഗീതം. നീലനിലാവിൻ ശീതളരാവിൻ മാനവനായൊരു ദേവകുമാരനെ വാഴ്ത്തിപ്പാടും മോഹന സംഗീതം. ആരാവിൻ ഗീതം നാമം പാടിടാം. ആഹാ വിണ്ണിൽ നിന്നും മണ്ണിൽ വന്നൊരു മന്നവനെ വാഴ്ത്താം. ഇത് മാനവനാഥൻ മശിഹാ തൻ സുദിനം. ആഹാ മണ്ണും വിണ്ണും വാഴും നാഥൻ കാഴ്ചകളേകിടാം. ഇത് മാനവനായകനീശോ തൻ ജനനം. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും മുട്ടയ്ക്കാട് CSI ഇടവയുടെ 2023 ക്രിസ്മസ് പുതുവർഷ ആശംസകൾ അറിയിക്കുന്നു. ഈ ക്രിസ്മസ് കാലഘട്ടം നമുക്കെല്ലാവർക്കും എന്ന പോലെ ലോകത്തിന് ശാന്തിയും സമാധാനവും അനുഗ്രഹങ്ങളും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
വേൾഡ് ടു വേൾഡ് എന്ന ചാനലിലൂടെ നിങ്ങളോട് അഭിസംബോധന ചെയ്യുവാൻ ഈ ക്രിസ്മസ് കാലം തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്ത് നാം എല്ലാ വർഷവും ചിന്തിക്കുന്നത് പോലെ തന്നെ ഈ വർഷവും ഒരു മഹാസന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ എല്ലാവരും ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യമാണല്ലോ, ഭയപ്പെടരുത്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഈ സുവാർത്ത പറഞ്ഞ ദൂതന്മാർ, ഒപ്പം തന്നെ ദൂതഗണങ്ങളിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ദൂതന്മാർ അരുളിയ സന്തോഷ വാർത്ത ഇന്നും നമ്മുടെ ചെവികളിൽ മാറ്റൊള്ളിക്കൊള്ളുകയാണ്. എന്താണ് സമാധാനം? സകല ബുദ്ധിയും കവിയുന്ന സമാധാനം. അത് ഈ ക്രിസ്മസ് കാലഘട്ടത്ത് നാം എല്ലാവരും നേടിയെടുക്കേണ്ടതാണ്. സമാധാനമില്ലാത്ത ലോകത്ത് നമുക്ക് ശാന്തിയും സമാധാനം കിട്ടണമെങ്കിൽ ദൈവപ്രസാദകരമായി ജീവിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം പ്രസാദിക്കുന്നത് ആരിലാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. എഫെസ്യർ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ദൈവത്തിന് ഇഷ്ടമിന്നതെന്ന് തിരിച്ചറിയുകയും മനസ്സുകളെ പുതുക്കി രൂപാന്തരപ്പെടുകയും ചെയ്യണമെന്ന് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടത്ത് നാം സന്തോഷം ഉണ്ടാക്കുന്നവരായി തീരുന്നതിനോടൊപ്പം ദൈവത്തിനും സന്തോഷമുള്ളവരായി നാം ജീവിക്കേണ്ടവരാണ്. ദൈവത്തിന് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാകുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം നാം എല്ലാവരും ചെയ്യുമ്പോഴാണ് ദൈവത്തിന് സന്തോഷം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മനുഷ്യർക്കും സന്തോഷവും സമാധാനവും കിട്ടുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് രക്ഷകനായി വന്നത്. നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്യുക എന്നാണ് എഫെസ്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടങ്ങളും ദൈവ ഇഷ്ടവും, രണ്ട് ഇഷ്ടങ്ങൾ ലോകത്ത് ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയെന്ന് ബൈബിൾ ആഗോളം ഇങ്ങോളം പറയുന്നുണ്ട്. ദൈവം വിശുദ്ധനായതുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്ത് നാം വിശുദ്ധ ജീവൻ നയിപ്പാൻ നാം എല്ലാവരും ഓർക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ദുർനടപ്പിലേക്കാണോ, ദൈവത്തെ കരയിപ്പിക്കുന്നവരാണോ ഈ ക്രിസ്മസ് കാലഘട്ടത്ത്? ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ക്രിസ്മസ്. ക്രിസ്ത്യാനികളാണല്ലോ ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. ഈ ക്രിസ്മസ് കാലഘട്ടം യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുകയും മനസ്സുകളെ പുതുക്കി രൂപാന്തരപ്പെടുകയും ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയുക എന്നുള്ളത് ഓരോ ക്രിസ്മസ് കാലഘട്ടത്തും നാം പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ്. ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി നാം പ്രയാണം ചെയ്യുന്നവരാണല്ലോ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണല്ലോ. ഈ സന്തോഷവും ഈ സമാധാനവും ഈ നീതിയും ഈ ക്രിസ്മസ് കാലഘട്ടത്ത് ക്രൈസ്തവരിലൂടെ ലോകമെമ്പാടും വെളിപ്പെടുമാറാകട്ടെ. ലോകമെല്ലാവരും യഥാർത്ഥ ക്രൈസ്തവരെ തിരിച്ചറിയട്ടെ. അങ്ങനെ നമ്മുടെ പ്രയാണത്തിൽ ഇമ്മാനുവലായ ദൈവം നമ്മളോടൊപ്പം ഇരിക്കട്ടെ. ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്നാണല്ലോ ഇമ്മാനുവൽ എന്ന പദത്തിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതയാത്രയിലൊക്കെയും ഇമ്മാനുവലായിട്ടുള്ള ദൈവം കൂടെ ഇരുന്ന് ദൈവത്തിന് ഇഷ്ടം ചെയ്ത് ദൈവത്തിന് പ്രസാദനമുള്ള ജീവൻ നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതാണല്ലോ ദൂതൻ പറയുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അങ്ങനെ ദൈവപ്രസാദമുള്ള ഒരു ക്രിസ്മസ് കാലഘട്ടം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മളിൽ പ്രസാദിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മളെ രക്ഷിക്കട്ടെ. നമ്മളെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനനമാണല്ലോ ക്രിസ്മസ്. നമ്മളെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നിത്യമായ നരകത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഒരു രക്ഷകൻ ജനിച്ചിരിക്കുകയാണ്. അതൊരു മഹാസന്തോഷമാണ്. നമുക്കെല്ലാവർക്കും ഇതുവരെയും കിട്ടാത്ത വലിയ സന്തോഷം ഈ 2023 നമുക്കെല്ലാവർക്കും ദൈവം കൃപയാൽ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വേൾഡ് ടു വേൾഡിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹപൂർണ്ണമായ ഒരു ക്രിസ്മസും സന്തോഷപൂർണ്ണമായ ഒരു പുതിയ വർഷവും ആശംസിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.